ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കറിയുമായിട്ടാണ്. നമുക്ക് അപ്പത്തിൻ്റെ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ഇനി അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ഇട്ടെടുത്ത് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞൂടി ചേർത്തെടുക്കുക. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുത്ത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവാള നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞൂടി ചേർത്തെടുത്ത് തക്കാളി നല്ലോണം വഴറ്റിയെടുക്കുക. തക്കാളി നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് വേവിച്ചുടച്ച് വെച്ച വലിയ 2 ഉരുളക്കിഴങ്ങാണ്. ഇനി ഉരുളക്കിഴങ്ങ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടെടുത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാല ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഈ കറി കല്ലടന്ന് സെറ്റായി വരട്ടെ. ഇപ്പോൾ കറി കല്ലടന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പിടി മല്ലിയിലൂടി ചേർത്തെടുക്കുക. മല്ലിയിലും ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അപ്പത്തിന് ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.